അങ്ങനെ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശ് അടുക്കളയിൽ കയറി പാത്രം കഴിയുമ്പോൾ ദേവയാനിക്ക് ഇഷ്ടപ്പെടാതെ ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ ദേവയാനി നേരെ ജയൻ്റെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. അവിടെ ചെന്നിട്ടും പറയുന്നുണ്ട് ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജയൻ പറയാണ് ബാബാ റൂമിൽ വന്നിരിക്കണ്ട, നമുക്ക് താഴോട്ട് പോയിരിക്കാം, രാവിലെ തന്നെ നീ അലമുണ്ടാക്കാതെ കാപ്പൊടിക്കാനുള്ള സമയമായി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പിണങ്ങിയിരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ അത് അച്ഛനായിരിക്കും ബാധിക്കുക. നീ ഡോക്ടർ പറഞ്ഞത് കേട്ടതല്ലേ, പിന്നെ നീ ബഹളം വെച്ച് അച്ഛൻ്റെ അസുഖം കൂട്ടാനുള്ള പരിപാടിയാണെന്ന് ചോദിക്കുമ്പം ഇല്ല ജയേട്ടാ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല, നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി തന്നെ ജയനെ വിളിച്ച് താഴേക്ക് വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ ദേവയാനി നിന്റെ തുള്ളലും ചാട്ടമൊക്കെ കഴിഞ്ഞോ? അങ്ങനെയൊന്നും ഇല്ലച്ചാ, പിന്നെ അവനൊരു കമ്പനിയുടെ MD അല്ലേ, അപ്പോൾ വന്ന് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പം അവന് റെസ്റ്റ് വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ പറയാണ് അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, അവൻ ആവശ്യത്തിന് റെസ്റ്റ് ഉണ്ട്. പിന്നെ മുത്തശ്ശൻ പറയാണ് അടുക്കളയിലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സഹായിച്ചാൽ അത് തന്നെ അവരുടെ മനസ്സിന് വലിയ സന്തോഷം കിട്ടും, അവൻ ഇത്ര സ്ട്രെസ് ഉള്ളവനല്ലേ എന്നൊക്കെ പറയാണ്. ഇതൊന്നും ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നയന എല്ലാവർക്കും ഉള്ള കോഫിയും ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അകത്തേക്ക് പോവാണ്. അപ്പോഴേക്കും ആദർശ് പാത്രം കഴുകി കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ ദേവയാനുണ്ടല്ലോ ഏറുകണിട്ട് നോക്കുകയാണ് ആദർശ പാത്രം കഴിയുന്നത്. അവൾക്ക് ഒട്ടും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തൊള്ളിനെ കലിപ്പിച്ചിരിക്കുകയാണ്. ചൂടോട് ചായ കുടിക്കുക ദേവയാനി, നിന്റെ ഉള്ളൊന്ന് തണുക്കട്ടെ എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ദേവയാനി ഇപ്പം നിന്റെ മകൻ കാണിക്കുന്ന ആ പ്രകടനമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചുമ്മാതാ, അതെന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നീ പഠിക്കുന്നത് പോലെ അവൻ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി തലകുനിച്ച് നിൽക്കുകയാണ്. മുത്തശ്ശൻ പറയാണ് ഞാൻ കാണുന്നുണ്ട് 2-3 ദിവസമായിട്ട് നയന ഇപ്പോൾ അവനെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല, അവളൊരു ഹോം നേഴ്സിനെ പോലെ ഇവിടെ നിൽക്കുകയാണെന്ന് അവൾ പറഞ്ഞത്. അതിനും കൂടെ നിന്റെ മകനുണ്ടല്ലോ എന്നെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടുന്നേ, അവളെ സ്നേഹിക്കുന്നു, അവളെ അടുക്കളയിൽ സഹായിക്കുന്നു, എച്ചിൽ പാത്രം കഴുകുന്നു, ഇതെല്ലാം എന്നെ ഒരാളോർത്ത് മാത്രമാണ്. എൻ്റെ ആയുസ് നേടി കിട്ടാൻ എൻ്റെ ഈ അസുഖങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അല്ലാതെ അവൻ യഥാർത്ഥത്തിലൊന്നും അല്ല ആ പാവം പെൺകുട്ടിയിട്ട് എല്ലാവരുടെ വട്ട് തട്ടാണ് എന്ന് മുത്തശ്ശൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മനസ്സിൽ നല്ല സങ്കടമുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ആ പാവം പെൺകുട്ടി എന്ത് പിഴച്ചെന്ന് എനിക്കറിയില്ല, എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ ഒരാളാണെന്ന് പറയുമ്പം ജയൻ ചോദിക്കുകയാണ് അച്ഛൻ അതിനാണ് വിഷമിക്കുന്നത്, അച്ഛൻ അങ്ങനെ കാരണക്കാരനാകും? അല്ല നവ്യനെ അവൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞല്ലേ, നവ്യ ഒളിച്ചോടിയപ്പോഴേ ആ ഒരു കല്യാണം ക്യാൻസലാക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ അഭിമാനത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തെ ഓർത്ത് ഞാനപ്പം നയനേനെ കൊണ്ട് ആദർശിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാണ്. അതാണ് ഇപ്പം ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ പാവം പെൺകുട്ടി എൻ്റെ പേരിലല്ലേ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത്. ഇതാ ഇപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചാ അവൾ ഇപ്പോഴും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, അതല്ലെങ്കിൽ പാവം എപ്പോഴേ പോയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ് പാവം ഞാൻ തന്നെ വിളിച്ചു കയറ്റി ഇവിടുത്തെ ഒരു വേലക്കാരിയെ പോലെയാണ് ഇപ്പം എല്ലാവരും അവളെ കാണുന്നത്. എല്ലാവരും തുണിയിലക്കാനും പാത്രം കഴുകാനും തറതുടയ്ക്കാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് ആ പാവം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു നടുവേദനയായിട്ട് പാവം കുഴമ്പൊക്കെ തേച്ച് മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അത്രയ്ക്കും വേദനയുണ്ട് ആ പാവത്തിന് എന്ന് പറയാണ് മുത്തശ്ശി. ഇതിന് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അകത്തേക്ക് കയറിയപ്പം ഒന്നുമില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ ഓയിൻമെൻറ്റിൻ്റെ കുപ്പി മാറ്റി വെച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി അവൾക്ക് നടുവേദനയായിട്ട് തിരുമ്പാണെന്ന്. ദേവയാനി നീ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, നിന്റെ മകൻ ചെയ്തു അങ്ങനെ ഇങ്ങനെന്നൊക്കെ, ഒരു നേരം അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നീ ശ്രമിക്കുന്നുണ്ടോ? നേരം വെളുത്ത് വയ്യോളം നീ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ഒരേ ഇരിപ്പിരുന്ന് നയനെ എങ്ങനെ കുറ്റപ്പെടുത്താം? ആദർശം തമ്മിൽ എങ്ങനെ തെറ്റിക്കാമെന്ന് കരുതി ഇരിക്കുകയല്ലേ? അപ്പോഴേക്കും ദേവേനെ പറയണ അമ്മേ ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല. ഓരോ തവണ നയനെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയിരുന്ന മുഖം ആ കനകത്തിൻ്റെയാ. കനകവും അവളുടെ ചേച്ചിയും കൊണ്ട് നമ്മളെ പറ്റിച്ച കാര്യമാണ്. അത് ഓർക്കുമ്പം ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നവ്യയുടെ ഗർഭവും നയനയല്ലേ മറച്ചു വെച്ചത്, അത് അവൾക്ക് ആദ്യം പറഞ്ഞിടായിരുന്നോ? അവളെ ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചതും അവൾ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും പറയാണ് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവിനോട് പറയാണ് കോഫി കുടിക്കുക, ഞാൻ ഒന്നൊന്നിനും കോഫിയല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന അപ്പോഴേക്കും എല്ലാവർക്കും ഹാളിലേക്ക് ഇഡ്ഡലിയും ദോശ എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എല്ലാവർക്കുള്ള പ്ലേറ്റ്സും വെച്ച് എല്ലാവർക്കും തന്നെ വിളമ്പിയും വെക്കുന്നുണ്ട്. പക്ഷേ അവളുടെ മുഖത്തൊരു ചിരിയോ ആരുടെ മുഖത്തോടെ നോക്കാറുണ്ട് ഇതെല്ലാം ചെയ്യുന്നത്. മുത്തശ്ശൻ പറയണ എന്താ മോളെ ആരുടെ മുഖത്തോടെ നോക്കാത്തെന്ന് ചോദിക്കുമ്പം ഇല്ലച്ച സമയമില്ല മുത്തശ്ശ, എനിക്കിനി ഒരുപാട് ജോലികൾ തീർക്കാനുണ്ടെന്ന് പറയാണ്. മോളോട് ഇവിടെ വന്നിരുന്ന് കഴിക്കുമെന്ന് പറയുമ്പം വേണ്ട മുത്തശ്ശ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ മോളെന്ന് എൻ്റെ ഉള്ളിൽ ആഹാരം കഴിക്കണമെന്ന് പറയുമ്പം ശരി മുത്തശ്ശ ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ അവൾ ടേബിളെല്ലാം കൊണ്ട് അടുക്കി വെക്കുമ്പോഴേക്കും ആദർശ പാത്രം കഴുകി കഴിഞ്ഞ് കാണും.
അങ്ങനെ ആദർശം വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ കുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്താടാ നിൻ്റെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞമ്മേ, മനസ്സിനകത്തുനിന്ന് വലിയൊരു സ്ട്രെസ് ഇറങ്ങിപ്പോയതുപോലെയായി. നമ്മളിങ്ങനെ വീട്ടു ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഉള്ള ആ ഭാരം അങ്ങ് കുറഞ്ഞു കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ സ്ട്രെസ് കൂടുതലാണ്, അമ്മയെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സഹായിച്ചാൽ ആ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറുമെന്ന് പറയാണ്. ഓഹോ, അപ്പം നിനക്കും തോന്നി തുടങ്ങിയല്ലേ ഈ അമ്മ അടുക്കളയിൽ കയറാറില്ലെന്ന്? ഞാനിപ്പം അടുക്കളയിൽ കയറണമെന്നല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയണം, അമ്മയെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. നയനയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡല്ലേ നമ്മളിപ്പോൾ കുറേ കാലം കൊണ്ട് കഴിക്കുന്നത്. അതിന് മുമ്പ് മീനാക്ഷി ചേച്ചിയും ചെറിയമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആഗ്രഹമില്ലേ എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അതുകൊണ്ട് അമ്മയും അടുക്കളയിൽ കയറിയിട്ട് നയനയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയാണ്. ദേവിയാനാണെങ്കിൽ അവളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ ഇങ്ങനെ ഞെക്കി പീച്ചാണ്. എന്നിട്ട് അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ആദർശ് പറഞ്ഞത് അമ്മയുടെ കൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ നയനയ്ക്കൊരു കൈ സഹായത്തിന് വേണ്ടിയിട്ടാണ് അവൻ വളഞ്ഞ മൂക്ക് പിടിച്ചത്. അപ്പോൾ ദേവേനിക്കത് മനസ്സിലായി, ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആദർശ് പറയാണ്, അമ്മയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ വേണ്ട കേട്ടോ, പിന്നെ എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കണമെന്നൊരു ആഗ്രഹമുള്ളതെന്ന് ഞാൻ പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നയനയും അടുത്ത് തന്നെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നയന ആദർശിൻ്റെ മുഖത്തോട് പോലും നോക്കുന്നില്ല. ആദർശ് കുറേ തവണ ആളെ നോക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് പോലും ചെയ്യാതിരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചപ്പം അവൾ ആ പ്ലേറ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോയി അടുക്കളയിൽ ഇട്ടിട്ട് വന്ന് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് എൻ്റെ അമ്മയുടെ കൈ കൊണ്ടാണ് എന്ന് ആദർശ് എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരും വരുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കി ഫുഡ് വേണം എനിക്ക് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങനെ സന്തോഷം നിൽക്കുമ്പോഴേക്കും ദേവനെ ഞെട്ടി നോക്കുകയാണ്. ഉച്ചക്കത്തെ ഫുഡ് ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടാക്കാനോ എന്നിങ്ങനെ മനസ്സിൽ കരുതാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനെന്താ ദേവയാനി, നീ ഇപ്പോൾ മനസ്സിൽ കരുതി എനിക്ക് മനസ്സിലായി. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത്രയും ഫുഡ് ഉണ്ടാക്കാന്നല്ലേ ആലോചിച്ചത്. എല്ലാ ദിവസവും നയന ആ ജോലി തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് നീ പോയിട്ട് അടുക്കളയിലേക്കുള്ള ഉച്ചയ്ക്കുള്ള പാചകത്തിൻ്റെ കാര്യം നോക്ക്. നയന മോളെ, നീ ഇന്ന് അടുക്കളയിൽ കയറണ്ട. ഒരു ദിവസം അവളുടെ കൈ ഉണ്ടാക്കിയ ഫുഡ് ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒരുപാട് കാലം മുമ്പ് കഴിച്ചതാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവേനെ അടുക്കളയിൽ കയറുകയാണ്. അടുക്കളയിൽ കയറിയപ്പം അവൾക്കാണെങ്കിൽ ആകെപ്പാടെ വേർത്തിട്ട് വയ്യ. അവളെ പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അടുക്കളയിൽ കയറിയിട്ട് ഉച്ചയായിട്ട് 2 മണിയായിട്ട് പോലും 1-2 കറി മാത്രമേ ആയിട്ടുള്ളൂ. ചോറും വെച്ചതേ ഉള്ളൂ കേട്ടോ. പക്ഷെ നയന അതേസമയത്ത് നയനയായിരുന്നെങ്കിലോ ഒരു 5-6 കൂട്ടം കറിയും ചോറും ഒക്കെ ആകുന്ന സമയമായിട്ടുണ്ട്. അത് മാത്രമല്ല അടുക്കള മൊത്തം കോളമാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ ദേവയാനി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ ദേവയാനി, പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പാണോ ഇത്? നയനമോളായിരുന്നപ്പം എന്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ടുന്ന സ്ഥലമാണിതെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് വന്നോട് ഇറങ്ങാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി സാരിയൊക്കെ മടക്കി കുത്തിയിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്ത് 2 മണി 2:30 ആയപ്പോഴേക്കും അവളങ്ങ് ആകെപ്പാടെ തളർന്നു പോവാണ്. എല്ലാവരും ആഹാരം കഴിച്ചിട്ട് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞാലും കഴിക്കുന്നുണ്ടെങ്കിലും വലിയ രുചിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നയനെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ദേവയാനാണെങ്കിൽ ആകെപ്പാടെ മടുത്ത് വേർത്ത് കുളിച്ചൊന്നിരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്ത് തോന്നുന്നു ദേവയാനി? ഇപ്പം നല്ല സുഖം തോന്നില്ലേ? ഇതേ നടുവേനയും വയ്യാഴികയും തന്നെയാണ് ഈ നയനമോക്കും. ഒരു നേരം ഉണ്ടാക്കിയപ്പോൾ തന്നെ നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടല്ലേ? രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിനക്കൊക്കെ വയറ് നിറച്ചും ഉണ്ടാക്കിയുള്ള തരുന്നില്ലേ? നിനക്കൊക്കെ അതിൻ്റെ അഹങ്കാരമല്ലേ എന്ന് ചോദിച്ച് മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ട്. ആദർശേ, പിന്നെ നീ ഇപ്പോൾ കാണിക്കുന്ന അവളുടെയൊക്കെയുള്ള സ്നേഹമൊക്കെ കള്ളത്തരാന്നൊക്കെ എനിക്കറിയാം. എന്നെ ആശ്വസിപ്പിക്കാൻ ഒരു പെൺകുട്ടിയെയും അങ്ങനെ പറഞ്ഞ് വഞ്ചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ നമ്മൾ അടുത്തോടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.